ഓജോ ബോർഡും പ്രേതങ്ങളും മാത്രമുള്ള ഒരു വീട്ടിലേക്ക് ആ രഹസ്യങ്ങളൊന്നും അറിയാതെ അശ്വതിയും കാർത്തിക്കും എത്തുമ്പോൾ സമയം സന്ധ്യയ്ക്ക് 6 മണിയായിരുന്നു. ശ്മശാനം പോലെ നിശബ്ദമായ ആ വീട്ടിലേക്ക് അവർ ചുവടുവെച്ചതും തണുത്ത കാറ്റിൽ പ്രധാന വാതിൽ തനിയെ മലർക്കെ തുറന്നു. ഭയം കൊണ്ട് ചുറ്റും നോക്കിയ അശ്വതി കാർത്തിക്കിന്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. അവർ പതുക്കെ അകത്തേക്ക് കയറി. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കാർത്തിക്കിന്റെ ശബ്ദം ആ വലിയ ഹാളിൽ തട്ടി പ്രതിധ്വനിച്ചു. പക്ഷെ മറുപടി ഉണ്ടായില്ല. എന്നാൽ ഹാളിന്റെ അറ്റത്ത് കത്തുന്ന മെഴുകുതിരികൾക്ക് നടുവിൽ നിഗൂഢമായ ഒരു ബോർഡ് കണ്ട് അമ്പരപ്പോടെ അവർ 2 അടി മുന്നോട്ട് വെച്ചതും തൊട്ടടുത്ത മുറിയിൽ നിന്ന് ഒരു പുരുഷന്റെ ദയനീയമായ നിലവിളി കേട്ടു. വാതിലിൽ ശക്തിയായി ഇടിച്ചുകൊണ്ട് അയാൾ ആക്രോശിച്ചു. ആരെങ്കിലും ഈ വാതിലും തുറക്കുമോ? എന്നെ ഇവിടുന്ന് രക്ഷിക്കണേ. കാർത്തിക് ആ വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറി. എന്നാൽ ആ മുറിയിൽ ആരുമില്ലായിരുന്നു. അവൻ സംശയത്തോടെ കട്ടിലിനടിയിൽ നോക്കി. അവിടെയും ആരുമില്ല. പെട്ടെന്ന് ശക്തിയായി കാറ്റടിക്കുകയും മുറിയുടെ വാതിൽ കുട്ടിയടയുകയും ചെയ്തു. സർവശക്തിയുമെടുത്ത് ആ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന നിമിഷം ഒരു അദൃശ്യ ശക്തി കാർത്തിക്കിനെ ബലമായി പിടിച്ച് തറയിലിട്ട് വലിച്ചുരച്ചു. അശ്വതി നിലവിളിച്ചുകൊണ്ട് പുറകെ ഓടി. പെട്ടെന്ന് മറ്റൊരു ഇരുട്ടുമുറിയിലേക്ക് അവനെ വലിച്ചുകൊണ്ടുപോയി. ആ വാതിൽ ഇടിമിന്നൽ വേഗത്തിൽ അശ്വതിയുടെ മുഖത്തടിച്ചടഞ്ഞു. മൂക്കിൽ നിന്ന് ചോരയൊലിച്ച് ബോധരഹിതയായി അവൾ ആ തണുത്ത തറയിലേക്ക് മറിഞ്ഞു വീണു. ഏകദേശം 2 മണിക്കൂർ മുമ്പ് അശ്വതിയും ഭർത്താവ് കാർത്തിക്കും നെല്ലിയാമ്പതിയിൽ നിന്നും മടങ്ങവേ ഒരു വനപാത കണ്ട് കൗതുകം തോന്നിയ കാർത്തിക് അശ്വതിയുടെ ആശങ്കകൾ വകവയ്ക്കാതെ ആ കാട്ടുപാതയിലേക്ക് ബൈക്ക് തിരിച്ചു. എന്നാൽ തങ്ങളുടെ ബുള്ളറ്റിൽ കാടിനുള്ളിലേക്ക് കയറും തോറും അവർക്ക് വഴിതെറ്റി. ഇന്റർനെറ്റും GPS-ഉം പ്രവർത്തനരഹിതമായി. ഒടുവിൽ സന്ധ്യയോടെ അവർ ആ വീട്ടിന് മുന്നിലെത്തി. പുറത്ത് പാർക്ക് ചെയ്തിരുന്ന പരിചിതമല്ലാത്തൊരു ബൈക്ക് കണ്ടപ്പോൾ ഉള്ളിൽ സഹായത്തിന് ആരെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെയാണ് അവർ ആ വീട്ടിന്റെ പടികൾ കയറിയത്. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അസ്വാഭാവികമായ സംഭവങ്ങൾ അരങ്ങേറിയത്. കണ്ണു തുറന്ന അശ്വതി ഭീതിയോടെ ചുറ്റും നോക്കി. അവളുടെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു വന്നു. തന്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നോർത്ത് അവൾ ഭയന്നു വിറച്ചു. കാർത്തിക്കിനെ വലിച്ചുകൊണ്ടുപോയ മുറിയുടെ വാതിൽ ബലമായി തുറക്കാൻ അവൾ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും അത് അനങ്ങിയതേയില്ല. ഭയത്താൽ കിതച്ചുകൊണ്ട് അവൾ പുറത്തേക്കോടി. ആ വീടിന്റെ അടഞ്ഞുകിടന്ന ഓരോ വാതിലുകളിലും ജനാലകളിലും അവൾ ഭ്രാന്തമായ പരവേശത്തോടെ അടിച്ചു. സഹായത്തിനായി അവൾ ഉറക്കെ വിളിച്ചുകൂവി. പക്ഷേ ആ ശബ്ദം ആ വിജനമായ കാട്ടിൽ തട്ടിയലിഞ്ഞുപോയി. മൊബൈൽ ഫോണിൽ മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ സിഗ്നൽ നഷ്ടപ്പെട്ടിരുന്നു. അവൾ ധൈര്യം സംഭരിച്ച് മൊബൈൽ ഫ്ലാഷ് തെളിയിച്ചു. വീണ്ടും ആ വീട്ടിനുള്ളിലേക്ക് കയറി. ഹാളിന്റെ അറ്റത്ത് ആ നിഗൂഢമായ ഓജോ ബോർഡ് അവൾ കണ്ടു. തന്റെ ജീവനായ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി വിറയ്ക്കുന്ന കൈകളോടെ ചുറ്റുമുള്ള മെഴുകുതിരികൾ ഓരോന്നായി അവൾ തെളിച്ചു. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച ശേഷം കോയിൻ എടുത്ത് ബോർഡിന് മുകളിൽ വെച്ച് അവൾ പതുക്കെ മന്ത്രിക്കാൻ തുടങ്ങി. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. പെട്ടെന്ന് അവിടമാകെ ഒരു തണുത്ത കാറ്റ് വീശുകയും കോയിൻ സാവധാനം ചലിക്കുകയും ചെയ്തു. ആരാ എന്ന് അവൾ വിറയലോട് ചോദിച്ചപ്പോൾ ആ നാണയം ഓരോ അക്ഷരങ്ങളിലൂടെ നീങ്ങി. രാഗിനി എന്നവൾ കൂട്ടി വായിച്ചു. എന്നെ ഉപദ്രവിക്കുമോ എന്ന അവളുടെ ചോദ്യത്തിന് കോയിൻ നോ എന്ന വാക്കിന് നേരെ നിന്നു. എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് അശ്വതി അപേക്ഷിച്ച നിമിഷം എവിടെ നിന്നില്ലാതെ പുക ഉയരുകയും മുടി അഴിച്ചിട്ട അതിസുന്ദരിയായ ഒരു പെൺകുട്ടി അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അമ്പരപ്പോടെ ഭയന്നു വിറച്ച അശ്വതി ചാടി എഴുന്നേറ്റ് പിറകിലെ ഭിത്തിയിൽ തട്ടിനിന്നു. ആ രൂപം ശാന്തമായി പറഞ്ഞു, പേടിക്കണ്ട അശ്വതി, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. എൻ്റെ പേര് രാഗിനി. നിനക്കെന്ത് സഹായമാണ് വേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ കാര്യങ്ങൾ നീ വിചാരിക്കുന്നതിനും അപ്പുറമാണ്. കുറച്ചു സമയം മുൻപ് ഇതുപോലെ വഴിതെറ്റി വന്ന സിദ്ധാർത്ഥ എന്ന യുവാവ് ഈ ഓജോ ബോർഡ് വഴി ഒരു ദുരാത്മാവിനെ വിളിച്ചു വരുത്തി. നൂറ്റാണ്ടുകളായി അലഞ്ഞുതിരിയുന്ന രക്തദാഹിയായ ഒരു വാമ്പയറിന്റെ ആത്മാവായിരുന്നു അത്. ആ ആത്മാവ് അവന്റെ ശരീരത്തിൽ പ്രവേശിച്ചു. നിന്റെ കാർത്തിക്കിനെ പിടിച്ചുകൊണ്ടുപോയത് സിദ്ധാർത്ഥിന്റെ ഉള്ളിലെ ആ വാമ്പയറാണ്. അവനെ പരാജയപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. ഇവിടെ നിന്നാൽ നിന്റെ ജീവനും അപകടമാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടും. ഇത് കേട്ട് അശ്വതി ആകെ തകർന്നുപോയി. വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അവൾ രാഗിനിയുടെ മുന്നിൽ കൈകൂപ്പി കരഞ്ഞു. പ്ലീസ് അങ്ങനെ പറയല്ലേ. എൻ്റെ ചേട്ടനില്ലാതെ ഞാൻ എങ്ങോട്ടും പോകില്ല. എന്നെ ഒന്ന് സഹായിക്കണം. അദ്ദേഹത്തെ രക്ഷിക്കാൻ ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം. അശ്വതിയുടെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീറൊഴുകി ആ തണുത്ത തറയിൽ വീണു. രാഗിനി അല്പനേരം ആലോചിച്ച ശേഷം ഗൗരവത്തിൽ പറഞ്ഞു, ശരി, ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷേ അതിന് നീ ചില നിബന്ധനകൾ അംഗീകരിക്കണം. ഒന്ന്, ആ ദുരാത്മാവിനെ നേരിടാൻ എനിക്ക് നിന്റെ ശരീരം ഒരു കവചമായി വേണം. നിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ നീ എനിക്ക് വാക്കാൽ സമ്മതം നൽകണം. രണ്ടാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ പോരാട്ടത്തിൽ ഞാൻ വിജയിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പൊന്നും തരാനാവില്ല. എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ നിന്റെ ജീവൻ തന്നെ പോയേക്കാം. എന്നെ എന്നേക്കുമായി യമപുരിയിൽ തളയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് നിന്റെ ഭർത്താവിനെ ഞാൻ രക്ഷിച്ചാൽ അടുത്ത 5 വർഷത്തേക്ക് നിന്റെ അനുവാദം കൂടാതെ എപ്പോൾ വേണമെങ്കിലും നിന്റെ ശരീരത്തിൽ പ്രവേശിക്കാനുള്ള അധികാരം എനിക്ക് നൽകണം. ഇതിനെല്ലാം സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ നിന്നെ സഹായിക്കാം.
സ്വന്തം ജീവനേക്കാളേറെ തൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്ന അശ്വതിക്ക് ആ നിമിഷം മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. തൻ്റെ ശരീരവും സ്വാതന്ത്ര്യവും ഒരു ആത്മാവിന് പണയപ്പെടുത്തുകയാണെന്ന തിരിച്ചറിവ് അവളെ ഭയപ്പെടുത്തിയെങ്കിലും കാർത്തിക്കിനെ രക്ഷിക്കാൻ വേറെ വഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ അവൾ വിറയ്ക്കുന്ന സ്വരത്തിൽ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് സമ്മതമാണ്. എൻ്റെ ചേട്ടനെ എനിക്ക് തിരികെ വേണം. നീ പറഞ്ഞ എല്ലാ നിബന്ധനകളും ഞാൻ അംഗീകരിക്കുന്നു. അവളുടെ ആ വാക്കുകൾ ആ വലിയ ഹാളിൽ ഭയാനകമായ ഒരു പ്രതിധ്വനിയുണ്ടാക്കി. ഒരു വലിയ കൊടുങ്കാറ്റിന് മുന്നോടിയായുള്ള നിശബ്ദത പോലെ ആ വീടാകെ പെട്ടെന്ന് ശാന്തമായി. അശ്വതിയുടെ വാക്കുകൾ അവസാനിച്ചതും ഒരു മിന്നൽ പിണർ പോലെ രാഗിണി അവളുടെ ശരീരത്തിലേക്ക് കയറി. അശ്വതിയുടെ ശരീരം ഒന്നാകെ വിറച്ചു. അവളുടെ കണ്ണുകൾ അമാനുഷികമായ ഒരു തിളക്കത്തോടെ ചുവന്നു തുടുത്തു. ഭയം മാഞ്ഞുപോയ ആ മുഖത്ത് പ്രതികാരത്തിന്റെ കടുപ്പം നിഴലിച്ചു. തോളിലെ ഷാളെടുത്ത് ഉറപ്പോടെ അരയിൽ മുറുക്കിക്കെട്ടിയ അവൾ കാർത്തിക്കിനെ തടവിലാക്കിയ മുറിയുടെ വാതിൽ അമാനുഷിക ശക്തിയോടെ ചവിട്ടി തുറന്നു. വാതിലിന് കുറുകെ തടസ്സമായി വെച്ചിരുന്ന ഭാരമേറിയ മേശ തെറിച്ചുപോയി ഭിത്തിയിലിടിച്ച് തകർന്നു. അകത്ത് കാർത്തിക്കിന്റെ കഴുത്തിൽ പല്ലുകളാഴ്ത്തി രക്തം നുകരുകയായിരുന്ന സിദ്ധാർത്ഥ് ക്രൂരമായ ചിരിയോടെ തലയുയർത്തി നോക്കിയിട്ട് പറഞ്ഞു, രാഗിണി, എന്റെ വഴിയിൽ തടസ്സമായി വരരുതെന്ന് ഞാൻ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. നിനക്ക് ഞാൻ ഒരവസരം കൂടി തരാം. പെട്ടെന്ന് എന്റെ മുൻപിൽ നിന്ന് പോയിക്കൊള്ളൂ. അപ്പോൾ രാഗിണി ദേഷ്യത്തോടെ പറഞ്ഞു, കാർത്തിക്കിനെ വിട്ട് നീ ഇവിടുന്ന് പോ, അല്ലെങ്കിൽ രാഗിണി ആരാണെന്ന് നീ അറിയും. കോപാകുലനായ ആ രക്തദാഹി ഞൊടിയിടയിൽ വായുവിലൂടെ പാഞ്ഞുവന്ന് അവളുടെ കഴുത്തിൽ പിടിമുറുക്കി. മുറിയുടെ ഭിത്തികളിലും മച്ചിലും തട്ടി ആഞ്ഞടിച്ചുകൊണ്ടുള്ള ഭീകരമായ ഒരു അമാനുഷിക പോരാട്ടം അവിടെ ആരംഭിച്ചു. ഒടുവിൽ ഭിത്തികളിൽ ആഞ്ഞടിച്ച് തറയിൽ വീണ രാഗിണിയുടെ നട്ടെല്ലിലൂടെ ഒരു കടുത്ത വേദന പടർന്നു കയറി. അമാനുഷികമായ വേഗതയിൽ സിദ്ധാർത്ഥ് തന്റെ ബലമുള്ള കൈകൾ കൊണ്ട് അവളുടെ കഴുത്തിൽ മുറുകെ പിടിച്ചു ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. അവന്റെ വായുടെ ഇരുവശത്തുനിന്നും കൂർത്ത ദംഷ്ട്രകൾ പുറത്തു കാട്ടി അവളുടെ കഴുത്തിൽ നിന്നും ചോര കുടിക്കാനായി ഒരുങ്ങിയതും ആ നിമിഷം വാതിലിന് പിന്നിലെ വിടവിൽ രാഗിണി മുൻകൂട്ടി ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു തുരുമ്പിച്ച ഇരുമ്പു കത്തി വിറയ്ക്കുന്ന കൈകളാൽ അവൾ കൈക്കലാക്കി. ഒട്ടും മടിക്കാതെ അവൾ ആ കത്തി സിദ്ധാർത്ഥിന്റെ തുടയിലേക്ക് ആഴ്ത്തിയിറക്കി. ഇരുമ്പിന്റെ അംശം രക്തത്തിൽ കലർന്നതും ആ മുറിയിൽ ഭീകരമായ ഒരു അലർച്ച മുടങ്ങി. ആ കാടിനെ മുഴുവൻ വിറപ്പിക്കുന്നതായിരുന്നു ആ അലർച്ച. സിദ്ധാർത്ഥിന്റെ ശരീരത്തെ നിയന്ത്രിച്ചിരുന്ന ആ വാമ്പയറിന്റെ ആത്മാവ് കറുത്ത പുകയായി പുറത്തേക്ക് പ്രവഹിക്കുകയും നിമിഷങ്ങൾക്കുള്ളിൽ അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോവുകയും ചെയ്തു. ഒരു ശൂന്യത ബാക്കി വെച്ചുകൊണ്ട് സിദ്ധാർത്ഥ് ബോധരഹിതനായി തറയിലേക്ക് തളർന്നു വീണു. അന്തരീക്ഷം പെട്ടെന്ന് ശാന്തമായി. രാഗിണി വേഗത്തിൽ കാർത്തിക്കിന്റെ അരികിലെത്തി അവന്റെ മുറിവിൽ വിരലമർത്തി കണ്ണുകളടച്ചു. അമാനുഷികമായ ഒരു ഊർജ്ജത്താൽ ആ ഭയാനകമായ മുറിവ് നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമായി. ബോധം തിരിച്ചുകിട്ടിയ കാർത്തിക് വിറയ്ക്കുന്ന കണ്ണുകളോടെ മുന്നിൽ നിൽക്കുന്ന അശ്വതിയെ നോക്കി. തൊട്ടുപിന്നാലെ അശ്വതിയുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് രാഗിണി ഒരു തേജസ്സായി അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കാർത്തിക്കിന്റെ കണ്ണുകളിലെ ഭയം കണ്ട് അവിടെ സംഭവിച്ചതെല്ലാം അവൾ സാന്ത്വനത്തോടെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, പേടിക്കേണ്ട കാർത്തിക്, നിന്റെ ഭാര്യയുടെ പകരം വെക്കാനില്ലാത്ത സ്നേഹമാണ് നിന്നെ മരണത്തിൽ നിന്ന് തിരികെ എത്തിച്ചത്. നിനക്കായി അവൾ അത്രമേൽ വലിയൊരു ത്യാഗം ചെയ്തിട്ടുണ്ട്. ഈ സ്നേഹത്തെ നീ എന്നും ചേർത്തുപിടിക്കുക. അത് പറഞ്ഞൊരു പുഞ്ചിരിയോടെ രാഗിണി ആ ഇരുളിലേക്ക് മറഞ്ഞു. തന്നെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ വരെ പണയപ്പെടുത്തിയ തന്റെ പ്രിയതമയെ കാർത്തിക് സ്നേഹത്തോടെ വാരിപ്പുണർന്നപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇതിനിടെ സിദ്ധാർത്ഥ് ബോധം തെളിഞ്ഞെഴുന്നേറ്റു. തന്റെ തുടയിലെ മുറിവിൽ അശ്വതി തുണിവെച്ച് കിട്ടുമ്പോൾ തകർന്ന സ്വരത്തിൽ സിദ്ധാർത്ഥ് പറഞ്ഞു, എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണം. ഞാൻ ആ ദുരാത്മാവിന്റെ കെണിയിൽ പെട്ടുപോയതാണ്. കാർത്തിക്കും അശ്വതിയും അവനെ ആശ്വസിപ്പിച്ചു. നേരം പുലർന്നു തുടങ്ങിയതോടെ അവർ ആ വീട് വിട്ടിറങ്ങി. ഈ തവണ വഴിതെറ്റാതെ മെയിൻ റോഡിലെത്തി. കാർത്തിക്കിനെ പിന്നിലിരുത്തി ബുള്ളറ്റ് ഓടിക്കുമ്പോൾ അശ്വതിയുടെ കണ്ണുകൾ പെട്ടെന്ന് ചുവന്നു തുടുത്തു. അതിനിഗൂഢമായ ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടുകളിൽ വിരിഞ്ഞു. പെട്ടെന്ന് ആക്സിലേറ്റർ തിരിച്ച് അവൾ ബുള്ളറ്റിന്റെ വേഗത കൂട്ടി അവനുമായി യാത്ര തുടർന്നു. അതേസമയം കാടിനുള്ളിലെ ആ വീട്ടിൽ മറ്റൊരു ബൈക്ക് വന്നു നിന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഈ കഥയ്ക്ക് അടുത്ത ഭാഗം വേണമെന്നുള്ളവർ ദയവായി കമന്റ് ബോക്സിൽ അറിയിക്കൂ.